ചികിത്സാ പിഴവ് മൂലം 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുത്തതിൽ സമരവുമായി KGMOA. ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ നാളെ ഡോക്ടർമാർ കരിദിനം ആചരിക്കും. ആശുപത്രിക്ക് പുറത്തുള്ള എല്ലാ ഔദ്യോഗിക ചുമതലകൾ, മീറ്റിംഗുകൾ ഉൾപ്പെടെ ബഹിഷ്കരിക്കും. ഗൂഗിൾ വിവരങ്ങളുമായിട്ടുണ്ട്. ഗൂഗിൾ, വളരെ ഗുരുതരമായൊരു പിഴവ് ആണ് സംഭവിച്ചത്. ഒരു കുഞ്ഞിൻ്റെ കൈയാണ് നഷ്ടപ്പെട്ടത്. അതിൻ്റെ ആദ്യമായിട്ടുള്ള ഒരു ബേസിക് ഒരു റിപ്പോർട്ട് വരുമ്പോൾ പോലും വരുന്നതിന് മുൻപ് തന്നെ KGMOA ഡോക്ടർമാർക്ക് പിന്തുണ അർപ്പിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ആ ഒരു പൂർണ്ണമായ റിപ്പോർട്ട് വരാനൊക്കെ കാത്തു നിൽക്കാതെ ഇങ്ങനൊരു സമരത്തിലേക്ക്, അതും രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന നിലയിലൊരു സമരത്തിലേക്ക് പോകാൻ തീർച്ചയായും, അതായത് ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധം എന്നുള്ളതിലേക്കാണ് KGMOA നീങ്ങുന്നത്. ഇപ്പോൾ 2 ഡോക്ടർമാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് അകാരണമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് KGMOA പണിമുടക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ OP ബഹിഷ്കരണമൊന്നുമില്ല, മറിച്ച് നാളെ ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ കരിദിനമായി ആചരിക്കുകയാണ്. അതിനുശേഷം ആശുപത്രിക്ക് പുറത്തുള്ള ഔദ്യോഗിക ചുമതലകൾ, മീറ്റിംഗുകൾ എന്നിവ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള 2ാം ഘട്ട പ്രതിഷേധം ആരംഭിക്കും. പിന്നീട് 13-നാണ് ആശുപത്രിയിലെ OP ബഹിഷ്കരണം അടക്കമുള്ള പ്രതിഷേധത്തിലേക്ക് KGMOA നീങ്ങുന്നത്. 14-ന് ജില്ലയിലെ എല്ലാ ആശുപത്രികളിലെയും OP ബഹിഷ്കരിക്കാനും KGMOA തീരുമാനമായിട്ടുണ്ട്. ദിവിഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ്. അന്വേഷണ വിധേയമായ ഇത്തരത്തിൽ ഒരു ആരോപണം വരുമ്പോൾ ആ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യുകയും സ്വാഭാവികമാണ്. അതിനാണ് പ്രതിഷേധിച്ചുകൊണ്ടാണ് KGMOA ഈ ഒരു സമരത്തിലേക്ക് നീങ്ങുന്നത്. KGMOA പറയുന്നത് ഇതിൽ ചികിത്സാ പിഴവ് എന്നത് സംബന്ധിച്ച് തെളിവുകളൊന്നും തന്നെ ഇല്ല, പ്രോട്ടോകോൾ ലംഘിച്ചിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ പ്രോട്ടോകോൾ ലംഘനത്തെ കുറിച്ചൊന്നും തന്നെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നില്ല. എന്നിട്ടും ഈ 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തപ്പോൾ പ്രോട്ടോകോൾ ലംഘനം ആരോപിക്കുന്നു. ഇത് സമ്മർദ്ദത്തിന്റെ പുറത്താണ് എന്നൊക്കെയാണ് KGMOA ആരോപിക്കുന്നത്. ശരി.